ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 2 മാസത്തിലെ ഒരുമിച്ച് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് പരമാവധി 4000 രൂപ വരെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കുമാണ് തുക വിതരണം ആരംഭിക്കുക. വിഷു, ഈസ്റ്റർ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിലെ പെൻഷൻ തുക മുൻകൂട്ടി വിതരണം ചെയ്തേക്കും. ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പുകൾ കൂടി നടക്കുന്നത് കണക്കിലെടുത്ത് മാർച്ച് മാസത്തിലെ പെൻഷൻ തുക ഒന്നുകിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ മെയ് മാസത്തിൽ വിതരണം നേരത്തെയാക്കുകയോ ചെയ്തേക്കും. അതുകൊണ്ട് തന്നെ 2 ഗഡുക്കളും ഒരുമിച്ച് നൽകാനാണ് കൂടുതൽ സാധ്യത. 2 മാസത്തിലെ പെൻഷൻ തുക തൊട്ടടുത്ത ഇടവേളകളിൽ തന്നെ ലഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് മാസത്തിലെ പെൻഷൻ തുക മാർച്ച് 25 ബുധനാഴ്ച മുതൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് എത്തിച്ചേരുക. സഹകരണ സംഘം ജീവനക്കാർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം സജീവമാക്കും. ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി ഒട്ടുമിക്ക ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്ന രീതിയിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. സഹകരണ സംഘം ബാങ്കുകളുടെ കൺസോർഷ്യം അടക്കം രൂപീകരിച്ച് തുക സമാഹരിക്കൽ നടപടി ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ സംബന്ധിച്ച് സുപ്രധാന അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലകളിൽ കുടിശ്ശികയായിരിക്കുന്ന പെൻഷൻ തുകയിൽ ഒരു ഭാഗം കൊടുത്തു തീർക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 1-2 ഗഡുവെങ്കിലും പെൻഷൻ തുക ഇനത്തിൽ അനുവദിച്ചേക്കാനാണ് സാധ്യത. സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തിന് പുറമെ കേന്ദ്ര സർക്കാരുകളുടെ ആനുകൂല്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ 22ാം ഗഡുവായ 2000 രൂപയുടെ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സജീവമായിരിക്കുന്നത്. തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ വിതരണം സജീവമാകും. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക. 21ാം ഗഡുവായ 2000 രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് 21ഉം 22ഉം ഗഡുക്കൾ ഒരുമിച്ച് തന്നെ എത്തിച്ചേരും. 4000 രൂപ വരെയാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഗുണഭോക്താക്കൾ ആധാർ സീഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും 3 കാര്യങ്ങളാണ് കർഷകർ പരിശോധിക്കേണ്ടത്. ഒന്നാമതായി ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. രണ്ടാമതായി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് ലാൻഡ് സീഡിംഗ് നടപടികൾ ശരിയായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. മൂന്നാമതായി ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഈ 3 നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ 22ാം ഗഡുവായ 2000 രൂപ മുടങ്ങുന്നതിന് കാരണമായേക്കും. ഇവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുകയും ചെയ്യും. കേരളത്തിൽ 25 ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം എത്തിച്ചേരുക. സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്ന സാഹചര്യത്തിൽ മുടങ്ങിയ ഗഡുക്കൾ ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിയിപ്പുകൾ വരും മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരും. വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.